Our next presenter is Rizwana Tasni from Jamia Nadwiya Training College on the topic of allelochemical enzyme interaction, rutin and gallic acid with the digestive and phosphate enzyme of Luprops tritis Fab. Good afternoon all. Myself Rizwana Tasni from JNTC. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് allelochemical enzyme interaction, routine and gallic acid with digestive and phosphatase enzymes of Luprops tritis Fab, Coleoptera tenebrionidae. ഈ പിക്ചറിൽ കാണുന്ന ഇൻസെക്റ്റിനെ അറിയോ എല്ലാവർക്കും? ഇത് പറയണത് നമ്മൾ സാധാരണ പറയുന്ന കോട്ടരുമയാണ്. ഈ കോട്ടരുമയുടെ സയൻറ്റിഫിക് നെയിമാണ് ലൂപ്രോസ് ട്രിസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോട്ടരുമയെ കൊണ്ട് വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ലൂപ്രോസ് ട്രിസ്റ്റിസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഫൗണ്ട് ചെയ്യുന്നത് റബ്ബർ പ്ലാന്റേഷൻ ഏരിയയിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവിടെ തന്നെ നമ്മൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇത് കുറവാണ്. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ ഒരു താത്താനോട് ചോദിച്ചപ്പോൾ വലിയ പരിചയമില്ല ഇതിനെ കണ്ടിട്ട്. ഇതെന്ന് പറയുന്നത് നമ്മളെ സ്റ്റിങ് ചെയ്യോ അതേപോലെ ബൈറ്റ് ചെയ്യൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിനെ സ്ക്വാഷ് ചെയ്താൽ നമ്മൾ കോട്ടരുമ പൊള്ളി എന്ന് പറയും. അതതിൻ്റെ ഫിനോളിക് സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സ്കിൻ അങ്ങനെ ബ്ലിസ്റ്ററായിട്ട് കാണപ്പെടുന്നത്. സോ ഈ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിന്തറ്റിക് പെസ്റ്റിസൈഡ് കുറേ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനൊക്കെ റെമഡി ആയിട്ട് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് മറ്റുള്ള ഇൻസെക്റ്റിനൊന്നും ഹാംഫുൾ അല്ലാത്ത ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. അതിനായിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലീലോപ്പതിയാണ്. അല്ലീലോപ്പതിയിൽ തന്നെ മെയിനായിട്ട് അല്ലീലോ കെമിക്കൽസ്. ഈ അല്ലീലോ കെമിക്കൽസ് എന്ന് പറയുന്നത് സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് ആണ്. ഇത് മെയിനായിട്ട് ഫൗണ്ട് ചെയ്യുന്നത് പ്ലാന്റ്സിലും അതേപോലെ തന്നെ ഫംജൈ, ബാക്ടീരിയ എന്നിവയിലൊക്കെയാണ്. ഇത് ഒന്നെങ്കിൽ അതിൻ്റെ സറൗണ്ടിലുള്ള ഓർഗാനിസത്തിന് ഒന്നെങ്കിൽ ബെനഫിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹാംഫുൾ എഫക്റ്റാണ് ഉണ്ടാക്കുക. ഈ ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ബേസിസിലാണ് എൻ്റെ ഈ പ്രസൻറ്റേഷൻ പോകുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ എഫിക്കസി ഓഫ് 2 allelochemical routine and gallic acid against adult Luprops tritis. Then to check the influence of routine and gallic acid on protein, carbohydrate and lipid profile of the test insect. Next, to assess the effect of test allelochemicals on digestive and phosphatase enzymes of Luprops tritis. Last, assessment of the detoxification effect of the selected allelochemicals. മാസീവ് അഗ്രിഗേഷൻ ആണ്. മെത്തഡോളജി പാർട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻസെക്റ്റ് ആണ്. ഇങ്ങനെ മാസീവായിട്ട് അഗ്രിഗേറ്റ് ചെയ്ത ഏരിയയിൽ നിന്ന് ഈ ബീറ്റിലിനെ കളക്ട് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ സൂക്ഷിച്ചു. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് ടെൻഡറായിട്ടുള്ള റബ്ബർ ലീഫാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻസെക്റ്റ് ആണ്. അതായത് ഓരോ ഇൻസെക്റ്റിനെയും ഈ ഞാൻ 2 അല്ലീലോ കെമിക്കൽസാണ് ഇവിടെ മെയിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് റൂട്ടിനും അതേപോലെ ഗാലിക് ആസിഡും. ഈ റൂട്ടിനും ഗാലിക് ആസിഡും ഓരോ ഇൻസെക്റ്റിൻ്റെ പ്രോർത്രാക്കിക് റീജിയനിലും ട്രീറ്റ് ചെയ്തിട്ട് അതിനെ 24 ഹവറും 48 ഹവർ 72 ഹവർ ആൻഡ് 92 ഹവേഴ്സ് എക്സാമിൻ ചെയ്തു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ടിഷ്യൂ എക്സ്ട്രാക്റ്റ് ആണ്.
ഈ ട്രീറ്റ് ചെയ്ത ഇൻസെക്റ്റിനെ ഹോമോജിനേറ്റ് ചെയ്തിട്ട് ടിഷ്യൂ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി. ഹോമോജിനേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള അതാണ്. ഒരു ബീക്കറിൽ കുറച്ച് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് അതിലേക്കൊരു ടെസ്റ്റ് ട്യൂബ് ഇറക്കി വെക്കുക. ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ 24 അവർ ഫസ്റ്റ് നമ്മൾ 24 അവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ 24 അവർ ട്രീറ്റ് ചെയ്ത ഇൻസെക്റ്റ് ആ ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് അതേപോലെ തന്നെ അതിക്ക് നമ്മൾ നോർമലായിട്ടുള്ള സലൈൻ സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഹോമോജിനേറ്റ് ചെയ്യും. അപ്പോൾ ആ ഹോമോജിനേറ്റ് ചെയ്ത സൊല്യൂഷനിൽ അതിൻ്റെ എല്ലാ എൻസൈമാറ്റിക് പാർട്ടിക്കിൾസും ഉണ്ടാവും. നെക്സ്റ്റ് സെൻട്രിഫ്യൂഗേഷൻ, ദെൻ സ്പെക്ട്രോമെട്രിക് അനാലിസിസ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് പറയുന്നത് തേർഡ് സ്റ്റെപ്പ് ഓഫ് മൂന്ന് ഗ്രൂപ്പ് എൻസൈംസിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തേത് പ്രോട്ടീൻ, മൂന്ന് ലിപ്പിഡ്സ്. പിന്നെ ഡൈജസ്റ്റീവ് എൻസൈംസ് ആയിട്ടുള്ള ആൽഫ അമൈലേസ്, ലിപ്പേസ്, പ്രോട്ടീസും. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ആസിഡ് ഫോസ്ഫേറ്റേസ് ആക്ടിവിറ്റിയും അതേപോലെ ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ആക്ടിവിറ്റിയാണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി റിസൾട്ടിൽ പറയണത് ഫസ്റ്റ് പ്രോട്ടീൻ്റെ റിസൾട്ടാണ്. ഇതിൽ 4 ഡിഫറെൻറ്റ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യണത് ആ നീല കാണിക്കുന്നത് കൺട്രോളിനെയും ബാക്കി 3 എണ്ണം ഓരോ കോൺസെൻട്രേഷൻ വേണം. അപ്പോൾ ഇവിടെ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചും കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചും നമ്മുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്തതായിട്ട് കാണപ്പെട്ടു. സിമിലർ എഫക്റ്റാണ് കാർബോഹൈഡ്രേറ്റിലും ലിപ്പിഡ്സിലും കണ്ടത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡൈജസ്റ്റീവ് എൻസൈമിലാണ്. അതും ആൽഫ അമിലേസിലും പ്രോട്ടീസിലും ലിപ്പേസിലും ഇതേപോലെ തന്നെ ടൈമും കോൺസെൻട്രേഷനും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്തതായിട്ട് കണ്ടു. ഇനി ലാസ്റ്റായിട്ട് ആസിഡ് ഫോസ്ഫേറ്റീസും അതേപോലെ ആൽക്കലൈൻ ഫോസ്ഫേറ്റീസും ഇതിലും സിമിലറായിട്ട് ടൈം കോൺസെൻട്രേഷനും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ എൻസൈം ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്തതായിട്ട് കണ്ടു. ഇനി ലാസ്റ്റ് ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ലിപ്പിഡും എസ്റ്റിമേറ്റ് ചെയ്തു. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അതായത് കോട്ടരുമൻ്റെ ബയോകെമിക്കൽ പാത്വേയെ ഇൻ്റർഫെയർ ചെയ്യുന്നുണ്ട്. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ഇതേപോലെ സിമിലർ സ്റ്റഡീസാണ്. അതേപോലെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ആൽഫ അമൈലേസ്, ലിപ്പേസ്, പ്രോട്ടീസിനെ എസ്റ്റിമേറ്റ് ചെയ്തു. ഇതിൽ നിന്ന് ഫൗണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എൻസൈം ഇൻഹിബിഷൻ പഠിക്കുന്നുണ്ട്. അതിലെന്താ വെച്ചാൽ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ഈ അല്ലിലോ കെമിക്കൽ ഒരു ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ കോട്ടരുമയുടെ ഫിസിയോളജിക്കൽ റിയാക്ഷനെ ഇത് ഇൻഫെക്റ്റ് ചെയ്യും. ലാസ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫേറ്റേസ് എൻസൈംസ് ആണ്. അതിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസും അതേപോലെ ആസിഡ് ഫോസ്ഫേറ്റേസും ആണ് മെയിനായിട്ട് സൈറ്റോലിസിസ് ഓഫ് ദി ടിഷ്യൂ ഡ്യൂറിങ് ഇൻസെക്ട് ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നത്. പിന്നെ ഈ ACP ALP ആക്ട് ആസ് എ ഹൈഡ്രോലൈസ് ഡ്യൂറിങ് ഫൈനൽ സ്റ്റേജ് ഓഫ് ഡൈജഷൻ, ഗൊണാഡ് മെച്ചുറേഷൻ ആൻഡ് മെറ്റാമോർഫോസിസ് മോൾട്ട്. ഇപ്പോൾ ഇവിടെ 96 hours ആവുമ്പോൾ അതിൻ്റെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്തതായിട്ട് കണ്ടു. It is important to point out that the inhibition of these enzymes play no role in detoxification. Detoxification പറഞ്ഞാൽ ആ ടോക്സിൻസ് റിമൂവ് ചെയ്ത് കളയുക. അങ്ങനെ ഒരു ഡിറ്റോക്സിഫിക്കേഷൻ എഫക്റ്റ് ഇതിൽ കാണിക്കണില്ല എന്നാണ് ഈ ACP ALP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് ഇതേപോലുള്ളൊരു സിമിലർ സ്റ്റഡിയാണ്. കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ 2 അലീലോ കെമിക്കൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ലുപ്രോസ്ട്രെസ്റ്റിസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ 2 അലീലോ കെമിക്കൽസാണ് മെയിൻ യൂസ് ചെയ്തിട്ടുള്ളത്, റൂട്ടിനും അത് ഗാലിക് ആസിഡും. അതിൽ റൂട്ടിനാണ് കൂടുതൽ എഫക്റ്റീവ് ഗാലിക് ആസിഡിനെക്കാളിലും. ആ എൻസൈം ആക്ടിവിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്രാഫിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൽ സെക്കൻഡ് ഗ്രാഫ്സാണ് കൂടുതൽ ലോവസ്റ്റ് എൻസൈം ആക്ടിവിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
So it suggests that the application of plant secondary metabolite with anti-insect effects are viable option for pest management in environment. Thank you.